ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് നോമ്പിനെല്ലാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനും. കുറേ പരത്തിയിട്ടൊന്നും കഷ്ടപ്പെടുകയൊന്നും ചെയ്യേണ്ട, പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂടെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് ഒരു ഉള്ളി നല്ല എലിക്കന്നെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോപ്പറിലെല്ലാം കട്ട് ചെയ്യാമെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ കൂടെ തന്നെ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിന്, പിന്നെ കുറച്ച് പച്ചമുളക് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിന്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മസാല പൗഡറായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കന് ഒന്ന് നുള്ളിയിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് നുള്ളിയിട്ടതാണ്. ഇനിയിപ്പോൾ ഉള്ളിയും എല്ലാം കൂടി നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ മസാലയുടെ റെഡിയായി. പിന്നെ നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തിരക്കിൽ അത് വിട്ടുപോയി. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മുടെ മസാലയുടെ റെഡിയായി. അത്രയേ ഉള്ളൂ, പെട്ടെന്ന് മസാലയെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിയും. ഇനിയിപ്പോൾ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് ഞാനിതാ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി എടുത്തിന്. ഇനിയിപ്പോൾ 1/2 കപ്പ് കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് കലക്കിയിട്ടെടുക്കാം. ദോശ എല്ലാം ചുടുന്നില്ലേ അതേപോലെ ഒന്ന് കലക്കിയിട്ടെടുക്കുക. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ കലക്കിയിട്ടെടുക്കണം. കുറച്ച് ടൈറ്റാക്കിയിട്ട് കലക്കിയെടുക്കരുത്, നന്നായി ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കണം. എന്നാലേ ദോശ ചുട്ടാൽ നല്ല തിന്നായിട്ട് വരികയുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ 2 കയ്യിൽ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ബാക്കി നമുക്ക് ഒരു ദോശ തവി വെച്ചിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ചുടുമ്പോൾ നല്ല തിന്നായിട്ട് തന്നെ ചുടാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ കുറച്ച് വലുപ്പത്തിൽ തന്നെ ചുട്ടെടുക്കുക. ഇനിയിപ്പോൾ ഒരു ഭാഗം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടാകുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ കുറേ ടൈമൊന്നും അങ്ങനെ വേവിച്ചെടുക്കണ്ട, ജസ്റ്റ് 2 ഭാഗം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ദോശ അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനിയിപ്പം മൊത്തം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഞാൻ ചെയ്ത ബാറ്ററിന് 4 ദോശയാണ് കിട്ടുക ഇതുപോലെ വലുപ്പത്തിൽ. ഇനിയിപ്പോൾ നമ്മൾ ചുട്ടുവെച്ച ദോശൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ നമ്മളാക്കി വെച്ചിട്ടുള്ള മസാല തേച്ച് കൊടുക്കലാന്ന്. എന്നിട്ട് നമുക്ക് ഇതൊരു റോളാക്കിയിട്ട് എടുക്കാം. കുറച്ച് ടൈറ്റാക്കി പിടിച്ചിട്ട് തന്നെ റോളാക്കിയിട്ട് എടുക്കുക. ഇതിൻ്റെ സൈഡ് വരുന്ന ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ ബാറ്റർ ഇട്ടിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കലാന്ന്. അപ്പോൾ റോള് ചെയ്തതുകൊണ്ട് തന്നെ പതുക്കെ വേണമെന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് മുറിഞ്ഞിട്ടും ചെയ്യില്ല, നമ്മളെ റോളൊന്ന് ഇളകിപ്പോയും ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാറ്ററിൽ 2 സൈഡും മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറേ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എണ്ണയിൽ മുക്കിയിട്ട് പൊരിക്കണമെങ്കിൽ അങ്ങനെയും പൊരിക്കുക. ഇനിയിപ്പോൾ 2 സൈഡും നമ്മൾ ബാറ്റർ മുക്കിയിട്ടുള്ള തലയും ഒക്കെ നല്ലോണം ഒന്ന് എണ്ണയിൽ നിന്നൊന്ന് മൊരിച്ചിട്ടെടുക്കുക. അപ്പോൾ തീയൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാനിവിടെ എണ്ണ കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം എണ്ണയിൽ പൊരിക്കണമെങ്കിൽ അങ്ങനെയും പൊരിച്ചെടുക്കുക. അപ്പോൾ ഈ കളറാകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ എണ്ണയിൽ നിന്ന് അങ്ങ് കോരിയിട്ടെടുക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് നമുക്ക് ചുട്ടിട്ടെടുക്കാം.
അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് 4 ദോശയെല്ലാം ചുട്ടാൽ ഒരുപാട് സ്നാക്സ് കിട്ടും അതിനെക്കൊണ്ട്. അപ്പോൾ നോമ്പിനെല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തയ്യാറാക്കാനും കഴിയും, അത്ര പണിയും ഇല്ല, പരത്തിയും കൊയ്ക്കുകയും ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.